ക്രൗഡായിരുന്നു. അത്രയും ക്രൗഡ് എന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡ്. ഒരു മനുഷ്യൻ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾക്ക് എല്ലാവർക്കും ബാലൻസ് ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരു സീനിയർ സിറ്റിസൺ ഈ വണ്ടിയിൽ കയറുകയാണെങ്കിൽ, ഈ ധൻബാദ് ആലപ്പി വണ്ടിയിൽ കയറുകയാണെങ്കിൽ അവർ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയിട്ട് 6310 രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. IRCTCയുടെ അടുത്ത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇവർ പറഞ്ഞ ഒരു ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഷെയർ ചെയ്യണം കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇത് എത്തേണ്ടവരിൽ എത്തണം. പക്ഷേ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഇവിടെ മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. പക്ഷേ ഇതുപോലെ പല വീഡിയോസും കാര്യങ്ങളിലും എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഉറപ്പായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു മാറ്റം വന്നേക്കാം. ആ ഒരു പ്രതീക്ഷയോട് കൂടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. നമ്മളെല്ലാവരും ട്രെയിനിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രം ടു വർക്കല, കൊല്ലം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. അതുപോലെ ട്രിവാൻഡ്രം ടു അത്യാവശ്യം കോട്ടയൊക്കെ പോയാലും പിന്നെയും കുഴപ്പമില്ലാതെ പോകാം. പക്ഷേ നമ്മൾ വേറൊരു സംസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ട്രെയിൻ യാത്ര ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ചെന്നൈയിലെന്നൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ട്രെയിൻ യാത്ര വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ വീടെത്തുന്നത്, അല്ലേ? ആണ്. അപ്പോൾ നമ്മുടെ ചെന്നൈ ടു ആലപ്പി ഒരു സ്ത്രീ യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീക്കുണ്ടായ അനുഭവം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു വ്യക്തിക്കുണ്ടായ ഫുഡിൻ്റെ കാര്യത്തിലുള്ള അനുഭവം ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് മറക്കാതെ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ലേഡി പറയുന്ന നമുക്ക് ഫസ്റ്റ് ഓഫ് ഒന്ന് കേൾക്കാം. ഹായ്, ഞാൻ അബ്ലീസോമൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞാൻ ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. ചേർത്തലയിൽ ഞാൻ എന്താണ് ഈ ലൈവ് വന്നത് നോക്കി കഴിഞ്ഞാൽ, ധൻബാദ് ആലപ്പി വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് ഇന്നലെ വൈകിട്ട് ഒരു 11:30-12 ചെന്നൈയിൽ കയറുന്നത്. മാക്സിമം ഈ ലൈവ് എല്ലാവരും ഷെയർ ചെയ്യണം. ഈ ട്രെയിൻ നിറച്ച് ബീഹാറിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു, കംപ്ലീറ്റ് ബീഹാർ ആൾക്കാരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും കാട് കുത്താൻ പോലും ഈ വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും ക്രൗഡായിരുന്നു. അത്രയും ക്രൗഡ് എന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡ്. ഒരു മനുഷ്യൻ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾക്ക് എല്ലാവർക്കും ബാലൻസ് ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരു സീനിയർ സിറ്റിസൺ ഈ വണ്ടിയിൽ കയറുകയാണെങ്കിൽ, ഈ ധൻബാദ് ആലപ്പി വണ്ടിയിൽ കയറുകയാണെങ്കിൽ അവർ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയിട്ടാണ് കയറുന്നെങ്കിൽ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അത്രയ്ക്ക് ക്രൗഡാണ് ഇവിടെ ഈ ഒരു ട്രെയിനിൽ. അതായത് നമ്മൾ ട്രെയിനിൽ നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, ഈ ട്രെയിൻ മൊത്തം മൂടി ഇങ്ങനെ ആൾക്കാർ കയറി ഇരിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ കണ്ടുമ്പോൾ റീൽസൊക്കെ കണ്ട കൈയടിച്ച് അല്ലെ പുറക്കാവൻ്റെയൊക്കെ അടിച്ച് നമ്മളങ്ങ് പോകും. പക്ഷേ അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുമാത്രം ആൾക്കാർ ഈ ബീഹാറിൽ അങ്ങുന്നൊക്കെ അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് സത്യം ഉള്ള കാര്യം പറയാം, അവർക്ക് അത്രയും വിവരവും കാര്യങ്ങളൊന്നുമില്ല. അവരൊക്കെ കാണിച്ചു കൂട്ടുന്ന പരിപാടി തന്നെ വെച്ചടിച്ച് കൊടുക്കാനേ തോന്നത്തുള്ളൂ. കാരണം ഇടിച്ച് ഞെരിങ്ങി ടിക്കറ്റും കാണത്തില്ല, ചുമ്മാ വലിഞ്ഞ് കയറി തള്ളി ഞെരിങ്ങി അങ്ങ് വരും ഒരു വരവ്. സാധാരണ ഇവരെ പോലെ നമ്മുടെ ഇപ്പോൾ ഇവരൊരു മലയാളി, അവർ പ്രതികരിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം പിടികിട്ടി. അപ്പോൾ ഇതുപോലെ ആൾക്കാർ പ്രതികരിക്കും. അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ട്രെയിനിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നത്, വയസ്സായവരുൾപ്പെടെ. ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുമ്പോഴേ പിടികിട്ടും. പിന്നെ ഈ പറയുന്ന പോലെ ഇതിൽ ഈ ലേഡി കുറേ കാര്യങ്ങൾ TTR ഒന്നും ഇല്ല, അങ്ങനെ സംഭവം ഇല്ല. ചെന്നൈ ടു ആലപ്പി വന്നിട്ടും TTRും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അവരൊന്നും ഇടിച്ച് കയറത്തില്ല. പിന്നെ അവർ വാട്ട് എന്നുള്ള രീതിയിലിരിക്കും. ശമ്പളം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. അപ്പോൾ ലേഡി പറയുന്നത് നമുക്ക് ബാക്കി കേൾക്കാം. ആലപ്പി ട്രെയിനിൽ ആലോചിക്കണം, ഒരൊറ്റ TT പോലും ഈ പറയുന്ന നമ്മുടെ ഈ S2, S1, S3 ഈ കോച്ചിൽ കയറിയിട്ടില്ല. ചെന്നൈയിൽ ഒരു TT പോലും കയറിയിട്ടില്ല. നമുക്ക് ബുക്ക് ചെയ്ത സീറ്റിൽ മൊത്തത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. എന്നാൽ ഒരാളുടെ ID കാർഡ് പോലും ആധാർ കാർഡ് പോലും ശരിയല്ല. എല്ലാവരും ആധാർ കാർഡ് ഫേക്കാണ്. ഇന്നിപ്പോൾ രാവിലെ ഈറോഡിൽ നിന്ന് ഒരു TT കയറി, ഒരു ലേഡി TT ധനലക്ഷ്മി എന്ന് പറഞ്ഞ TT കയറിയപ്പോൾ ആ TT ആണ് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേരെയാണ് അവർ പിടിച്ചുടനെ അവരെല്ലാം ഓടി ഇറങ്ങി. എന്നാലും ആ TT എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചു. പൈസ കെട്ടാൻ പറഞ്ഞാൽ ഇവർ പറയുന്നത് പൈസ കെട്ടാൻ ഇല്ലാന്ന് പറയുന്നത്. മാത്രമല്ല ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഈ 12 മണിക്ക് ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളുടെ ബർത്ത് ഒന്ന് മാറ്റിക്കില്ല. നമ്മൾ ബുക്ക് ചെയ്ത ബർത്ത് മാറി കിട്ടാൻ വേണ്ടി 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആലോചിക്കണം, ബീഹാറിൽ നിന്ന് കയറുന്ന ആൾക്കാരാണ് മൊത്തം ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഒരു ലേഡി കയറിയായിരുന്നു, ലേഡി പാസഞ്ചർ. അവർക്ക് കയറാൻ പേടി കിടക്കുന്നത്. കാരണം ഒരു ബർത്തിൽ തന്നെ 3-4 പേരാണ് കിടക്കുന്നത്. ഒരു ബർത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇവരാണ് നമ്മുടെ കേരളത്തിലേക്ക് തമിഴ്നാട്ടിലേക്ക് വന്നിട്ട് ജോലി ചെയ്തിട്ട് നല്ല പൈസ മേടിച്ചിട്ട് ഇവർ പോകുന്നുണ്ട്. പക്ഷേ ഇവരെ മര്യാദയ്ക്ക് ഒരു ഫൈൻ കെട്ടാൻ ഇവർ വഴിയില്ല. പിടിച്ചപ്പോഴേക്ക് ഇവർ ഓടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരാൾക്ക് പോലും എന്താ പറയുക, ഇത് ഞാൻ നേരിൽ കണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് പോലും ഇവർ കിഴയിലേക്ക് വന്നിട്ട്, കാരണം ഇവരെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ്. നമുക്കൊന്ന് ബാത്റൂം പോകാൻ, നിങ്ങൾ രാത്രി ഇന്നലെ ഒരു 11:30 മണി മുതൽ ഞങ്ങൾ ഇതുവരേക്കും ഈ സമയം വരേക്കും വാഷ്റൂമിൽ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ വെളുപ്പിന് ഒരു 3 മണിക്ക് വാഷ്റൂമിൽ പോകാൻ നിന്നപ്പോഴേക്കും ആ ഭാഗത്തേക്ക് അവർ മാറി തരുന്നില്ല. അവസ്ഥ ആലോചിച്ച് നോക്കണേ. ഇത്രയും സമയമായിട്ടും അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു അവസ്ഥ പോലും പറ്റിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ചിലപ്പോൾ ആഹാരം കഴിക്കാതെ നമ്മൾ കുറച്ച് നേരം പിടിച്ചിരിക്കും, വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടിച്ചിരിക്കുക.
വേറെ എന്തും സഹിക്കാം, പക്ഷെ ബാത്റൂമിൽ പോകാതെ നമ്മളെ കൊണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ ട്രെയിനിലെ സൗകര്യങ്ങൾ ഈ ഒരു ലെവലിലും, പിന്നെ ഈ പറഞ്ഞതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ട് കയറുമ്പോൾ അതിന് അവർക്ക് ആധാർ കാർഡും ഇല്ല, ഫേക്ക് ആധാർ കാർഡും ഒക്കെയാണ്. ഇതൊന്നും ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ആൾക്കാരെ, യാത്രക്കാരെ കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ റെയിൽവേയിൽ ഇല്ലേ? അതൊക്കെ ഒന്ന് ഓക്കെ ആക്കിക്കൂടെ? ഓക്കെ ആക്കിക്കൂടെ എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. അധികാരികൾ ഇതൊക്കെ കാണണം, സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാണണം, അത് പരിഹരിക്കണം. എന്തോ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ബാക്കിയാണ്. ഒരാൾ മാറി തരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രായപ്പെട്ട ഒരു അമ്മയോ അച്ഛനോ ഒരു സീനിയർ സിറ്റിസൺസോ കയറുകയാണെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരെങ്ങനെ ബാത്റൂമിൽ പോകും? ഒരു എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഏജ് മാറി, ഒരിക്കലും ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഏജ് മാറിയാണ് അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിരുന്നത് നമ്മുടെ ട്രാവൽസിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സോറി ഞാൻ സീനിയർ സിറ്റിസൺ കോട്ടയിലായി ചെയ്തു പോയെന്ന് പറഞ്ഞു. ഞാനത് ടി ഇൻഫോം ചെയ്തു. അപ്പോൾ തന്നെ ടി എക്സ്ട്രാ പേയ്മെന്റ് കിട്ടണം, അല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർ അത്രയും യാത്ര ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ കോട്ടയിലാണ്. ചിന്തിച്ച് നോക്കിക്കേ, അന്ന് മുതൽ നമ്മൾ ടിക്കറ്റ് നമ്മൾ കിട്ടുന്ന ഏജ് കറക്റ്റ് ആണെന്ന് വരയ്ക്കും നോക്കും. ഈ ബർത്തിന്റെ ഇതിന്റെ കോലം നിങ്ങൾ നോക്കിക്കേ, ഇതാണ് അവസ്ഥ. ഇനിയുണ്ട് ബാത്റൂമിന്റെ ആ ഏരിയ ഞാൻ വേറെ കാണിച്ചു. ഇപ്പം ഞങ്ങൾ AC യിലേക്ക് കൺവേർട്ട് ചെയ്തു ടിക്കറ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിവർത്തിയില്ല നമുക്ക്. ഈ റോഡിൽ നിന്ന് ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാക്സിമം നിങ്ങൾ ലൈവ് ചെയ്യണം. കാരണം അത്രയ്ക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ കിടന്നിട്ട് നമ്മളെ പോലെയുള്ള ഒരു ലേഡീസ് പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരളത്തിൽ വരാറുണ്ടായിരിക്കുന്നത്, എത്ര കേസുകൾ ചിന്തിച്ചോക്കിക്ക്. ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു കുട്ടികളെ കൊണ്ടോ ഒന്നുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല. മിക്ക ആൾക്കാരുടെ കയ്യിൽ കൺഫേം ടിക്കറ്റ് ഇല്ല. ചിന്തിച്ചോക്കണം, കൺഫേം ടിക്കറ്റ് ഇല്ല. അതുപോലെ തന്നെ മദ്യം, പാൻപരാഗ് ഒരു ട്രെയിനിന്റെ അവസ്ഥയാണിത്. ഒരാളൊന്നല്ല, ഇപ്പം നമുക്കിങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരേക്കും ഞാൻ പറയോ, ഈ വഴിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, ബാത്റൂമിലേക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്തിട്ട് പറയാം എങ്ങനെ അധികാരികളിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും എത്തിച്ചേ പറ്റൂ. കാരണം നമ്മൾ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. ടിക്കറ്റ് ഇല്ല നമുക്ക്. കാരണം എന്താണ്, ഇവരെല്ലാവരും കൂടെ 60 വയസ്സിന് മുകളിലുള്ള ഏജ് ഇട്ടിട്ട് ആധാർ കാർഡ്, ഫേക്ക് ആധാർ കാർഡ് കൊണ്ടാണ് കയറുന്നത്. ചിന്തിച്ചു നോക്കണം. ഫേക്ക് ആധാർ കാർഡുമായിട്ട് കയറിയിട്ട് നമുക്ക് സീറ്റില്ല, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ സിറ്റിസൺസിന് സീറ്റില്ല. ബൈ ഇത് നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത് കണ്ടോ? ബാത്റൂമിലേക്ക് കയറാൻ പോലും പറ്റില്ല. എന്തോന്നട ഇത്? ആക്രിക്കട ഇതിനെക്കാളും വൃത്തിയുണ്ടല്ലോ. എന്തോന്ന് വേസ്റ്റും കുപ്പിയും പാട്ടും എല്ലാം കൂടിയൊക്കെ. ബാത്റൂമിലും പോകാൻ പറ്റുന്നില്ല, അവർക്ക് അവിടെ ഇരിക്കാനും പറ്റുന്നില്ല. ഫേക്ക് ആധാർ കാർഡ്, എന്ത് കളിയടാ ഇത്? നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ഫേക്കും കളിയും നടക്കത്തില്ല. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഡെവലപ്മെന്റ് കൺട്രി ആയതും ഇവിടെ ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഷ്ടം. നമ്മളിപ്പോ AC യിലേക്ക് കൺവേർട്ട് ചെയ്തു, ഒന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് കുളിക്കാൻ, ഒന്ന് AC യിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഭയ്യ B60 ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ചിന്തിച്ച് നോക്കിക്കേ, എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ കയ്യിൽ ആധാർ കാർഡില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു ഒറ്റ മനുഷ്യന്റെ കയ്യിൽ. എന്നിട്ട് ഇവരുടെ പൈസ ചോദിച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ കാശില്ലെന്ന്. ചെന്നൈ ഒറ്റ ടി കയറുന്നില്ല ഈ വണ്ടിയിൽ, ധൻബാദ് ആലപ്പി വണ്ടിയിൽ ഒറ്റ ടി ചെന്നൈ കയറുന്നില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു മണിക്കൂർ നിന്നിട്ടാണ് നമ്മുടെ ബർത്ത് മാറി തരുന്നത്. എന്നിട്ട് 2 ബർത്തിന്റെ ഇടയിലാണ് ഇവർ കിടക്കുന്നത്. ആലോചിക്കണം, 2 ബർത്തിന്റെ ഇടയിൽ എങ്ങനെ ലേഡീസ് കിടക്കും? എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ബിന്ദുമയും കൊണ്ട് ഈ ട്രെയിനിൽ കയറാത്തത്. കാരണം അവരെയും കൊണ്ട് കയറിയിരുന്നെങ്കിൽ ഉള്ള കോച്ചായ കോച്ച് മൊത്തം B6 നമ്പർ 127. ഇന്നലെ രാത്രി നമുക്ക് ഒരിക്കലും ഒന്ന് ഉറങ്ങാൻ പോലും നമുക്ക് ശരിക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ. 127 உங்களுக்கு 7 1 2 മിഡിൽ 1 2 1 കീഴെ മിഡിൽ 2. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യുക. കാരണം ഒരു കാരണവശാലും ഈ ധൻബാദ് ആലപ്പി വണ്ടിയിൽ സ്ത്രീകൾക്ക് കാണാൻ പറ്റത്തില്ല. ഇത് ബീഹാർ. നിങ്ങൾക്കറിയോ, ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം AC യിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ആയി ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് കിടക്കാൻ പറ്റില്ല. ഒരു അമ്മയും ഒരു കുഞ്ഞുമാണ് ഈ ട്രെയിനിൽ കയറുന്നത് എങ്കിൽ ഇന്നലെ രാത്രി കയറുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ക്രൗഡാണ്. തറയിൽ വരേക്കും ഈ ബംഗാളീസ് കിടക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, തറയിൽ വരേക്കും നമ്മൾ കിടക്കുന്ന ഈ 2 ബർത്തിന്റെ നടുവിൽ വരേക്കും ബംഗാളീസാണ് കിടക്കുന്നത്. അവർ മാറി തരില്ല. പിന്നെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അവർ കൂട്ടമായിട്ട് വരികയാണ് നമ്മുടെ അടുത്തേക്ക്. 4 5 10 പേര് വായിക്കാത്ത പാൻപരാഗും ഹൻസും വെച്ചുകൊണ്ട് കൂട്ടമായിട്ട് വരികയാണ്. എന്ത് സുരക്ഷിതത്വമാണ് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ധൻബാദ് ആലപ്പി വണ്ടിയിലുള്ളത്? ഒരു സുരക്ഷിതത്വം ഇല്ല. ഒരു ഏജ് ആയ ഒരു അമ്മയും ഒരു മോളും കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് 2 പേര് കയറുകയാണെങ്കിൽ എങ്ങനെയാണ് 30-40 വയസ്സുള്ള ബംഗാളീസ് സീനിയർ സിറ്റിസൺ കോട്ടയിൽ ടിക്കറ്റ് എടുക്കുന്നത്? എങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്? ഒരു മലയാളി അല്ലെങ്കിൽ ഒരു തമിഴ് അത് ഇതിലില്ല, വണ്ടിയിലില്ല. മൊത്തം ബംഗാളീസ്. ചെന്നൈയിൽ ഒരു ടി പോലും കയറുന്നില്ല. പിന്നെ ഈ ഓടുന്ന ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാഡം കയറിയിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ മാഡമാണ് എല്ലാവരുടെ ഇതും ചെക്ക് ചെയ്യുന്നത്. ആധാർ കാർഡ് എവിടെയെന്ന് ചോദിക്കുന്നു. ആധാർ കാർഡ് നോക്കാം, പലരുടെയും ഫേസ് അല്ല അവരുടെ ആധാർ കാർഡിൽ. പലരുടെയും ഫേസ് അല്ല ആധാർ കാർഡിൽ, ഫേക്ക് ആധാർ കാർഡാണ്. ആലോചിക്കണം, എല്ലാവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഫേക്ക് ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ട് ആ ആധാർ കാർഡ് കൊണ്ടാണ് ഇവർ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ഇവർ വഞ്ചിക്കല്ലേ ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപ നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത് എത്ര അന്തസ്സായിട്ടാണ് ഇവർ കണ്ണിന്റെ നമ്മളെ മൂക്കിന്റെ താഴെ വഞ്ചിക്കാൻ കേട്ടിട്ടില്ലേ? അതേപോലെ ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ തന്നെ മദ്യം, സിഗരറ്റ്, പാൻപരാഗ്, ഹൻസ് ഇതൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ബാത്റൂമിന്റെ അവിടെ ഒരു ലേഡീസ് ആണ് രാത്രി പോകുന്നത്. മിഡ് നൈറ്റിൽ 2 മണിക്ക് നമുക്ക് യൂറിൻ പോകാനായിട്ട് പോകാൻ പറ്റാതെ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലെല്ലാം ആൾക്കാർ കിടക്കുകയാണ്. അതും ആലോചിക്കണം, വഴിയിലെല്ലാം ആൾക്കാർ കിടക്കുകയാണ്. മാറ്ററിയവർ
അവരെല്ലാം അബോധാവസ്ഥയിൽ തന്നെ കിടക്കണം. മാറി തരാൻ മാറി തരില്ല. നമ്മൾ എന്നിട്ട് അവരെ ചാടി കടന്ന് പോകണം. ഒന്ന് എന്താ പറയുക, കാലെടുത്തിട്ട് അപ്പുറത്തെ സീറ്റിന് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അതിക്രമമാണ് ഈ ബീഹാറിന് വേണ്ടി വണ്ടിക്കകത്ത് നടക്കുന്നത്. ഒരിക്കലും ഒരു സ്ത്രീകൾക്കും പറ്റിയ ഒരു ട്രെയിൻ അല്ല ഈ പറയുന്ന ധൻബാദ് ആലപ്പി. ഇല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ട് അവർ തീർച്ചയായിട്ടും ചെന്നൈയിൽ വണ്ടിയിൽ കയറി ചെന്നൈയിലേക്ക് എത്തുന്ന സമയത്ത് ഈ വണ്ടിയിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കറക്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് യാത്രയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കൺഫർമേഷൻ ഇല്ലാതെ ഈ വണ്ടിയിലോട്ട് നമുക്ക് ഒരിക്കലും ബുക്ക് ചെയ്ത് കയറാൻ കഴിയില്ല. ഒരിക്കലും കയറാൻ കഴിയില്ല ഒരു കാരണവശാലും. കാരണം ഞാൻ എപ്പോഴും ചെന്നൈയിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു പാസഞ്ചറാണ്. അതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ടിരിക്കുന്നത്. അത്രയും വലിയ അതിക്രമമായിരുന്നു ഇന്നലെ ഈ വണ്ടിയിൽ കണ്ടത്. ജിഷ വധക്കേസും ഗോവിന്ദചാമി ഒന്നും നമ്മൾ മറന്ന കേസുകളല്ല. എല്ലാം നമ്മൾ കേട്ടും അറിഞ്ഞും നമുക്കൊന്നും എന്താ പറയാ ഒന്നും പറയാൻ പറ്റാതെ നമ്മളെല്ലാം സ്ത്രീകൾ നോക്കിയിരുന്ന ഒരു കേസാണ് അല്ലേ. എങ്ങനെ നാട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർ ചെന്നൈയിലൊക്കെ പഠിക്കാൻ ജോലി ചെയ്യാൻ വരുന്ന മക്കൾ സുരക്ഷിതമായി നാട്ടിലെത്തുന്ന വിശ്വാസത്തിൽ കിടന്നുറങ്ങും. ഇവരൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ധൻബാദ് ആലപ്പിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്ന സമയം കേരളത്തിലെത്താം. പക്ഷേ വണ്ടിയിൽ കയറുന്ന നമ്മുടെ അവസ്ഥ ഇതാണ്. നമുക്ക് ലൈവ് ഇടാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. കാരണം ഒന്ന് ഇരുന്ന ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒരു നമ്മൾ ആ സീറ്റിൽ ഇരുന്നിട്ട് അവിടെ നമുക്ക് കാല് പോലും എടുത്ത് താഴെ വെക്കാൻ പറ്റില്ല. പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ആട്ടമായിരുന്നു. കാരണം നമ്മുടെ നടത്തിന്റെ മുകളിൽ കൈവയ്ക്കാം, അട്ടഹസിച്ചിരിക്കാം. നമ്മുടെ ലഗേജ് പോലും നമുക്ക് ഒന്ന് സേഫ് ആയിട്ട് വെക്കാൻ പറ്റില്ലായിരുന്നു. രാത്രി മുഴുവൻ ഉറപ്പിച്ചിരിക്കേണ്ട അവസ്ഥ. ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്തിട്ട് മാസങ്ങൾക്ക് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് സീനിയർ സിറ്റിസൺ കോട്ടയിൽ ഇവർ കയറി ഇരിക്കുകയാണ്. മാറി തരാൻ പറഞ്ഞാൽ ഇവർ മാറി തരില്ല. പിന്നെ അവർ ഹിന്ദിയിൽ പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഒന്ന് കുളിക്കാൻ പല്ല് തേക്കാൻ വേണ്ടി എസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. നമുക്ക് 3 പേര് നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ 1400 രൂപ 1200 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യാം. നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവർ അർഹതപ്പെട്ടവർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ന്യൂസ് എത്തിക്കട്ടെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥ ഉണ്ടാ ഇതുപോലെയുള്ള ട്രെയിനുകളിലും കാര്യങ്ങളിലൊക്കെ കയറി പോകുന്നതാണ് ഓരോ പെൺകുട്ടികൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നതും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ കൃത്യമായ നടപടികൾ എടുക്കണം. എല്ലാം ഫേക്ക് ആധാർ കാർഡ്, എല്ലാവരും സീനിയർ സിറ്റിസൺ. ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരേ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഫേക്ക് ആധാർ കാർഡും കാര്യങ്ങളും കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒട്ടും സുരക്ഷിതമല്ല ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. ഒട്ടും സുരക്ഷിതമല്ല. ഇപ്പോൾ നോക്കുമ്പോൾ രാത്രി കാലഘട്ടങ്ങളിൽ എന്ത് ധൈര്യത്തിലാണ് ഓരോ സ്ത്രീകളും കണക്കിന് പുരുഷന്മാരും കണക്കിന് പയ്യന്മാരും യാത്ര ചെയ്താലും കണക്കിന് മോഷണാലും പിടിച്ചു പറയാലും എന്തില്ല എല്ലാ കൊള്ളരായ്മത്തരങ്ങളും അവിടെ നടക്കും. ഓരോരുത്തമ്മ ഹാൻസും ബാൻബരാഗും കുത്തി കയറ്റിയാണ് അവിടെ പരിപാടികൾ നടക്കുന്നത്. മനസ്സിലായി? ഇവൻ്റെയൊക്കെ ലെവലുകൾ എപ്പോൾ മാറുമെന്ന്. ഏത് സ്ത്രീകളാണ് ഈ ട്രെയിനിൽ പോകുമ്പോൾ സുരക്ഷിതമായിട്ട് പോകാൻ സാധിക്കുന്നത്? നിങ്ങളൊന്ന് പറ. അതുകൊണ്ട് ഇത് വെറുതെ ഇതൊരു ചീള് കേസാട്ടാ നാളെ അടുത്ത് ഇങ്ങനെ നടക്കും എന്നുള്ള രീതിയിൽ വിടേണ്ട ഒരു കേസല്ല. ഇത് തക്കതായ നടപടി എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് എടുക്കുക, അത് മാത്രമേ ഇതിൽ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കാര്യങ്ങൾ അവസ്ഥ ഉള്ള കാര്യം പറയാം. വൃത്തിയായിട്ടൊരു ആഹാരം കൊടുക്കത്തില്ല, കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ചുമ്മാ ആർക്കാ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരാൾ പറയുന്നത് 26,310 രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. IRCTCയുടെ അടുത്ത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇവർ പറഞ്ഞ ഒരു ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഏറ്റവും വൃത്തിഹീനമായ രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, അതുപോലെ ബാത്റൂമിൽ വെള്ളമില്ലായ്മ, ഇതിലുള്ള സ്റ്റാഫുകൾക്ക് ഹിന്ദി എന്നൊരു ലാംഗ്വേജോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്ന് ഇറക്കിയ സ്ഥലത്ത് കൈ കഴുകാനുള്ള സൗകര്യമാണ് ഈ കാണുന്നത്. ഇതാ പബ്ലിക് റോഡിൽ പട്ടി വരെ കിടന്നുറങ്ങുന്നിടത്ത് കൈ കഴുകിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. ഇത്രയും വൃത്തിയുടെ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ തന്ന പ്ലേറ്റ് ആരൊക്കെയോ തിന്നിട്ട് വേസ്റ്റ് പോലും കഴിയാത്ത പ്ലേറ്റുകളിൽ എത്ര ഭംഗിയായി ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമെന്ന് നോക്കി. സാറേ ഇത് കണ്ടോ, ഇത്ര വൃത്തിഹീനമായ സ്ഥലത്താണ് ഞങ്ങൾക്ക് റെയിൽവേ ടൂർ പ്രോഗ്രാമിൽ ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നെ. ഇവനൊക്കെ വന്നിട്ടാണ് സാർ പോസിറ്റീവ് റിവ്യൂ ഇതാന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ വന്നിട്ട് ഇതാ ഇത്ര വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. ശരിയായ രീതിയിൽ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണം തരാൻ ഒരു ഗൈഡുകളുമില്ല. ഇതിലെ ഗൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ സ്ഥലം സന്ദർശിക്കുന്നവരായിട്ടാണ് മനസ്സിലാക്കിയത്. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിലെ ടൂർ മാനേജർ എന്ന് പറഞ്ഞാൽ ഒറ്റ പിള്ളേർക്കും ഈ ട്രെയിനിലുള്ള ഒറ്റ പിള്ളേർക്കും ലാംഗ്വേജ് ഹിന്ദി അറിയില്ല. ഇതിനേക്കാളും ട്രെയിനിൻ്റെ അകത്ത് പട്ടിണിയാണെന്ന് ചാവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തോന്നടേ ഏതോ ഓടയുടെ സൈഡിൽ ഇട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. വല്ല അസുഖം വന്ന് ഫുഡ് പോയിസൺ അടിച്ച് വീട്ടിൽ കിടന്ന ഈ പറയുന്ന ആരെങ്കിലും കേന്ദ്രം നമ്മളെ ഏറ്റെടുക്കും? ഇല്ലല്ലേ. നമ്മളവിടെ പെട്ട് കിടക്കും. വീട്ടിൽ അവസാനം വല്ല ലൂസ് മോഷൻ അടിച്ച് തട്ടിപ്പോ. ഇതാണ് സംഭവിക്കുന്നത്. വല്ല വൃത്തിയുള്ള സ്ഥലത്ത് ചെണ്ണി വാങ്ങിയാലേ ടിക്കറ്റും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള പരിപാടിയെങ്കിലും ചെയ്യും. എന്തോന്നേ പാവങ്ങളാ നമ്മളെ പോലത്തെ ജനങ്ങളുടെ ജീവനൊന്നും ഒരു വിലയില്ലേ. ഇതൊക്കെയാണ് അവസ്ഥ. സ്ത്രീകൾ സുരക്ഷിതരല്ല, ഫുഡ് കൊള്ളത്തില്ല, വൃത്തിയില്ല, ടോയ്ലറ്റിൽ നേരെ വെച്ചോ പറ്റത്തില്ല, അവിടെ എല്ലാം മാറി കയറിയിരിക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. എന്തോന്ന് നമ്മൾ പാവപ്പെട്ടവർക്കൊന്ന് യാത്ര ചെയ്യണ്ടേ? ഇത് ദയവ് ചെയ്ത അധികാരികളുടെ മുന്നിൽ ഈ വീഡിയോ എത്തുകയും നിങ്ങളിത് ചെയ്യേണ്ട നടപടികൾ ചെയ്യുകയും വേണം. മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. എന്നിട്ട് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ്. കാരണം ഞാൻ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നത്. ആൾക്കാർക്കെല്ലാം ഇത് തന്നെ ഇപ്പോൾ പറയാനുള്ള ഇതാണ് ട്രെയിനിലെ അവസ്ഥ. മറ്റു ഞാൻ ചില വീഡിയോസൊക്കെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ കുറേ എണ്ണമൊക്കെ ഒരുമിച്ച് മുകളിലും ആത്തും സൈഡിലും ചെറിയ എയറിലൊക്കെ നിന്ന് പറഞ്ഞത്
അതൊക്കെയാണ് ഇത് സംഭവം. ആ ട്രെയിനിൽ കുപ്പത്തൊട്ടി പോലെ കിടക്കുന്നത്. ആൾക്കാർ ലേഡീസ് പ്രത്യേകിച്ച് സുരക്ഷിതരല്ല, പെൺകുട്ടികളാണ്. രാത്രി കാലഘട്ടങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ അവന്മാരെ ഇടയിൽ പോയിരിക്കുന്ന അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. അവസ്ഥ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ആൾക്കാർക്ക് ധൈര്യത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? എങ്കിൽ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും, അതിനുള്ള പൈസയും ഇല്ല. ഇതാണ് അവസ്ഥ. അല്ലെങ്കിൽ പ്ലെയിനിൽ പോയിട്ട് വരായിരുന്നു, അതിനുള്ള പൈസ ഉണ്ടായിരുന്നു. ഇത് എല്ലാവരുടെയും അങ്ങനെ പൈസയും ഇല്ല. അപ്പോൾ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള സംഭവങ്ങൾ നേരെ കൊണ്ടുപോവുക, അല്ലാണ്ട് പാവങ്ങളുടെ നെഞ്ചത്ത് റീത്ത് വെക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഇപ്പോൾ ഒരു തരത്തിലും സ്ത്രീകൾ സുരക്ഷിതരല്ല. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ പോവാം നമുക്ക് ട്രെയിനിലൊക്കെ. നമ്മുടെ ഇവിടെ കേരളത്തിനകത്ത് കുറച്ച് ദൂരമൊക്കെ പോയി കളിക്കുക. ഒന്നുമില്ലെങ്കിലും കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, ഓസിനല്ല. അതിനുള്ള ഒരു ഇതെങ്കിലും നമുക്ക് സുരക്ഷിതത്വം എങ്കിലും തരണം. കൊടുക്കുന്ന ആഹാരത്തിൽ കുറച്ച് വൃത്തി, ഫുഡ് പോയിസൺ അടിച്ച് ചാവേണ്ട ഗതി ഉണ്ടാക്കരുത്. ഈ 2 ഇതെങ്കിലും ദയവ് ചെയ്ത് തരണം. പിന്നെ ഈ ഏതെങ്കിലും പെൺകുട്ടികളെ ഈ ട്രെയിനിലൊക്കെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നെ കുറേ ദിവസം ജസ്റ്റിസ് ഫോർ ഇന്ന പേരെന്ന് പറഞ്ഞ് ഇറങ്ങും. അതിനു മുമ്പേ ആ സംഭവം നടക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. മനസ്സിലായ? ഇതൊക്കെ എന്ത് സുരക്ഷിതത്വത്തോടായി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ ട്രെയിനിലുള്ളത് അവസ്ഥ. അപ്പോൾ അധികാരികൾ ഇതൊരു നല്ലൊരു വിഷയമായിട്ട് ഒന്ന് കണ്ടാൽ ഏറ്റെടുക്കണം. മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കാണണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.